السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ഏറ്റവും നല്ല സ്വഭാവമെന്നുള്ളത് ആരോടും ദേഷ്യപ്പെടാതെ നല്ല നിലക്കുള്ള പെരുമാറ്റം നല്ല നിലക്കുള്ള സമീപനം അതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ മുഖമുദ്രയാണ്. ആരോടും വെറുപ്പില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നല്ല മനസ്സിൻ്റെ ഉടമയായി തീരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി ഒരാൾ മാറുകയുള്ളൂ. മറ്റുള്ളവരോട് കുശുമ്പും പോരും അതുപോലെ തന്നെ വൈരാഗ്യവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥനകൾ തള്ളപ്പെടാനൊക്കെ അത് കാരണമായി തീരുന്നത് കൊണ്ട് തന്നെ വിശ്വാസി അത്തരം ഒരു ചിന്തയുള്ളവനാകുകയില്ല, അത്തരം സ്വഭാവക്കാരനാകുകയില്ല. ഏതൊരവസ്ഥയിലും സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്താൻ, സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ അവന് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളുടെ പട്ടികയിൽ നാം ഉൾപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പൈശാചികമായ പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ പലപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ദേഷ്യം പിടിക്കുമ്പോൾ എന്തും പറയാനും എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനും നമുക്കപ്പോൾ സാധ്യമായേക്കാം. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം ശരീരത്തെ പിടിച്ചു കെട്ടിയിട്ട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചിട്ടുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത്തരം ആളുകളെ സംബന്ധിച്ച് അവരുടെ നന്മ പറഞ്ഞതായി നിരവധി ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സ്വന്തം ശരീരത്തെ ദേഷ്യം വരുമ്പോൾ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ദേഷ്യം വരുമ്പോൾ അത് ശമിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. വുളൂ ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ ദേഷ്യം അത് തണുത്തു പോകും. സ്വന്തം ശരീരത്തിലെ രക്തം തിളക്കുമ്പോഴാണല്ലോ ദേഷ്യം വന്നു പോകുന്നത്. അപ്പോൾ വുളൂ ചെയ്യുക വഴി അത് തണുത്തു പോകും. അതുപോലെ തന്നെ ദേഷ്യം പിടിക്കുന്ന അവസ്ഥയിൽ അവൻ നിൽക്കുന്നവനാണെങ്കിൽ അവനോട് ഇരിക്കാനാണ് നിർദ്ദേശം. ഇരുന്നിട്ടും അവന് ദേഷ്യം മാറുന്നില്ല എങ്കിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ദേഷ്യം പിടിച്ച സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ നമ്മുടെ പരിധിയിൽ നാം ചിന്തിക്കുന്ന നാം ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നാം കൊണ്ടുവരിക. ആ ഒരവസ്ഥയിലാക്കി നമ്മുടെ ദേശത്ത് നമ്മൾ ക്ഷമിപ്പിക്കാൻ നമ്മൾ നല്ല സഹനമുള്ളവരായി മാറാൻ നമുക്ക് സാധ്യമാവണം. നമ്മൾ നോക്കൂ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ കളമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻഫിദഹു. ഒരാൾക്ക് ദേഷ്യം വന്നപ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് പറയാനുള്ളത് പറയാൻ, ചെയ്യാനുള്ള കഴിവുള്ളവനാണ്, അതുകൊണ്ട് ധൈര്യമുള്ള ആളാണ്. പക്ഷെ അതോടൊപ്പം അവനെന്താക്കി സ്വന്തം ശരീരത്തെ പിടിച്ചു കെട്ടി ഒന്നും അനാവശ്യമായതൊന്നും പറഞ്ഞില്ല. ദേഷ്യം വന്നപ്പോൾ പലതും ചെയ്യാൻ തോന്നിയപ്പോൾ അതിലേക്കൊന്നും അവൻ പോകാതെ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തിയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദഅാഹുല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. അന്ത്യനാളിൽ സർവ്വജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ വലിയ മഹ്ശറയിൽ അവന് പ്രത്യേക ആദരവോടെ ബഹുമാനത്തോടുകൂടെ അല്ലാഹു തആല വിളിക്കുകയാണ്. ജനസമക്ഷം അവൻ അല്ലാഹു തആല വിളിക്കുകയും എന്നിട്ട് അല്ലാഹു തആല അവനക്ക് നൽകുന്ന സമ്മാനം എന്താണ്? ഹത്താ യുഖയ്യിറുഹു മിനൽ ഹൂരി മാ ശാഅ. ഹൂർലിസാനിങ്ങളിൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കാനുള്ള വലിയൊരവസരം ജനസമക്ഷം വെച്ചുകൊണ്ട് അല്ലാഹു തആല അവന് നൽകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ക്ഷമയുള്ളവരായി തീരാൻ, സ്വൽസ്വഭാവികളായി മാറാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.